നമ്മുടെ പറമ്പിലൊക്കെ കൂർക്ക കൃഷി വളരെ മികച്ച രീതിയിൽ പോവാണ്. പക്ഷേ കൂർക്കത്തല ഞാൻ പറയാം. കൂർക്കത്തല നമ്മുടെ അല്ലഞ്ചേട്ടൻ്റെ അവിടുത്തെ കൂർക്കത്തലയാണ് നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അല്ലഞ്ചേട്ടൻ വരെ അല്ലഞ്ചേട്ടൻ്റെ കൂർക്കത്തല എല്ലാം നടണം. ചെറുേട്ടൻ്റെ അടിപൊളി തലയാണ്. അപ്പം അതുകൊണ്ട് അല്ല, ചെറുേട്ടൻ്റെ അടിപൊളി കൂർക്കത്തലയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊന്ന് ഉള്ളിയിട്ട് വെക്കാൻ പോവാം. നമ്മൾ തടമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? തടമൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൂർക്കത്തല ചെറുേട്ടൻ്റെ അവിടെ പോയി നുള്ളുന്നു, ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഇതും കാണുന്നു. എന്തുട്ട മഴക്കാരില്ലേ? ആ ഫ്ലാറ്റിന്റെ മുകളിൽ നോക്കിയ മഴക്കാർ നിറഞ്ഞിട്ട്. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ മാറി മാറി നടക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു വലിയ മഴ പെയ്തു. വെള്ളമുണ്ട് വഴിയിലൊക്കെ, പക്ഷെ നമ്മുടെ വലിയ മഴ വരുന്നുണ്ട്. ഇത് വല്ലോടത്തും കുഴിച്ചിടാൻ വേണ്ടി ചേട്ടാ പറിച്ചിട്ടേക്കണതാ പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണി നോക്കിയാ നമ്മുടെ ആസോളം നോക്കിയാ എന്തൊരു ഭംഗിയായി നോക്കിയാ കേട്ടാ. നാമാവശേഷമായി പോയി എന്ന് കരുതുന്ന പല സംഗതികളും നമ്മുടെ പച്ച പിടിച്ചു. മൊത്തത്തിലെല്ലാം പച്ച പിടിച്ചു. വെള്ളം 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 മണിച്ചെറുതാഴത്തെ പോലെ പറയുന്നത് വെള്ളം വെള്ളം. എന്തായാലും നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ മഴ കിട്ടിയിട്ടില്ല കേട്ടാ. ഇങ്ങനെ എത്രയ്ക്കും നാളായിട്ടേ മഴ നിൽക്കാണ്ടേ. നമുക്കൊരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആഗസ്റ്റ് മാസം ഫുള്ള് വരെ, അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് മഴ കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു കൊല്ലത്തിൽ. ഇല്ലേ? ഓർമ്മയില്ല. ഈ കൊല്ലൊരു വൃത്തികെട്ട കാലാവസ്ഥ. എപ്പോഴും മഴ തന്നെ മഴ. ഇവിടെ ആരുല്ലേ? അല്ല ചേട്ടല്ലേ വന്നിട്ടില്ലേ എന്നുണ്ടല്ലേ? അപ്പൊ ചെറിയ കൂർക്ക. അയ്യോ അല്ല ചേട്ടൻ കൃഷിത്തോട്ടത്തിൽ കാശിത്തുമ്പോ മാത്രമല്ലോ. കാശിത്തുമ്പോ അതന്നെയല്ല ചേട്ടൻ പറഞ്ഞല്ലേ, നേരം കിട്ടാത്ത കാരണം ചെയ്യാൻ. ഇപ്പൊ ചെറിയ പറമ്പിലേക്കാണ് പോണത്. ചെറിയേട്ടനും ഇല്ലേ ഇവിടെ? ഇല്ലേ? ആരും ഇല്ലേ? ആരില്ലേ? അല്ല ആരും ഇല്ലേ? ചെറിയ സോള അവിടെ കൂർക്കതല്ല. നോക്കിയേ നമ്മുടെ അവിടെ നോക്കിയേ മഴക്കാർ നോക്കി. ഇപ്പൊ ഒന്നുകൂടി ഇരുണ്ടു. ഇതാണ് ചേരേട്ടൻ പറഞ്ഞല്ലേ, ചേരേട്ടൻ്റെ കൃഷി സ്ഥലങ്ങൾ ഒന്നും നോക്കിയേ ഒന്നും ഇതായിട്ട് പോയിട്ടില്ലെന്ന് നോക്കിയേ. ഇതാണ് സരിത പറഞ്ഞത് കണ്ട. ചേരേട്ടൻ ഷീറ്റ് ഇട്ടിട്ട്. സരിത പറഞ്ഞല്ല, ചേട്ടനല്ലേ പറഞ്ഞ. അല്ല ഷീറ്റ് ഇട്ടിട്ട് കണ്ട. ഇതിന്റെ ഇടയിൽ പുല്ല് പൈനാപ്പിള് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇത് മറ്റേ സാധനം ഡ്രാഗൺ ഫ്രൂട്ടിന്റെയും മുന്തിരിയുടെയും പന്തലിന്റെ അടിയിൽ നട്ടോണ്. അതിന് ഇഷ്ടം പോലെ ഉണ്ടായി. പിന്നെ ഇഞ്ചി ഉയർത്തി നട്ടു. ബക്കരെടുത്തോ എല്ലാം തുടങ്ങിയാ. അയ്യോ ദേ ഇതാണ് കൂർക്കതല്ല. ഇങ്ങോട്ട് മഴ പെയ്തു ചേട്ടാ. ഇതാണ് കൂർക്കതല്ല കേട്ടാ. കണ്ട നുള്ളുണ്ടപ്പോ. അയ്യോ മഴ തൂടി. നമുക്ക് വേഗം അവിടേക്ക് പോവാം. അയ്യോ മഴ തൂടി. കൊട എടുത്ത് വരായിരുന്നു. വാ. നാളെ നമുക്ക് നടാൻ പറ്റില്ലേ? മറ്റന്നാ വരാം. അതെ, എന്നാലും ഉണ്ടാവില്ലേ തല? അമ്മ പോയി. അമ്മ എന്നാ പോയേ? നല്ല മഴ എന്നാ പോയി അമ്മ? വേൾഡ് മാപ്പാണല്ലോ ദൈവമേ. അതെ മഴ പോയി. എന്നാലും ചെറിയ ചെറിയ ചാറയുടെ പഠിച്ച ചെറിയായിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി. കൂർക്കാലമുള്ള നമ്മുടെ കയ്യിൽ വേൾഡ് മാപ്പ് ഉണ്ട്. ലോകം മുഴുവൻ കണ്ടാ ഇതിന്റെ കീഴിലാണ്. ആഫ്രിക്കയിലാണ് ഇപ്പൊ. അയ്യോ കണ്ട ആഫ്രിക്ക ഉണ്ട. അല്ല ആഫ്രിക്കയില വടക്കേ തെക്കേ അമേരിക്ക. പടി നടക്ക്. അപ്പൊ ഞാൻ നടക്കട്ടെ. അല്ല ഇവനാണ് കുട വേണ്ടത്. ക്യാമറ നനയും. ഇത്രയും ഭയങ്കരമായ വെള്ളപ്പൊക്കം വന്നിട്ടും ചെറിയേട്ടൻ്റെ ഒരു ചെടി പോലും പോയിട്ടില്ല എന്ന് പറഞ്ഞു ചെറിയേട്ടൻ. കണ്ട ഇതാണ് ചെറിയേട്ടൻ്റെ രീതി.
ഇഞ്ചി ഇഞ്ചി ഇവിടെ നോക്കിയ ആപ്പിള് ഒരു പുല്ല് മുളക്കില്ല ഇടയില് അതന്നെ ഒരു പൈനാപ്പിളിന് പാമ്പ് വരില്ല പാമ്പ് വരില്ല ഇത് വെണ്ടക്കായ വെള്ളം മുങ്ങിയതല്ല എന്നിട്ട് കണ്ട ആ അയ്യോ കൊല കണ്ട ആനിലിന്റെ ഈ കൊല ചേട്ടാ കൊട ഇങ്ങനെ എടുത്ത് എവിടെ കൊട കൊണ്ടുവച്ചപ്പോ ആ 9 മാസത്തിന്റെ അല്ല കായകൊല ഇതിന്റെ വലിപ്പം കണ്ട ഇത് എല്ലാം മഴ വന്നിട്ട് വല്ലതും അവിടെയൊക്കെ പോയില്ലേ ഇതാണ് ചേട്ടൻ പറഞ്ഞില്ലേ ഒരൊറ്റ മാന്ത് മാന്തിട്ട് വെക്കുള്ളൂ ഇതൊക്കെ 2 ആഴ്ചയായിട്ടുള്ള വെച്ചിട്ട് വെറുതെ ടിഷ്യൂ കൾച്ചറിന്റെ ആ ഇത് ഇതാനിലിന്റെ അവിടെ വെച്ചിട്ടുള്ള വാഴ തന്നെ തലടയണ്ട കൃഷിയുടെ കാര്യത്തിലായാലും കോഴി വളർത്തലിന്റെ കാര്യത്തിലായാലും അനിലും ചേട്ടനും ചെറുചേട്ടനും നേരെ ഓപ്പോസിറ്റാ. രണ്ടുപേരും 2 രീതികളാണ്, 2 ധ്രുവങ്ങളിലാണ് രണ്ടുപേരും രീതികൾ. ചെറിയേട്ടൻ ഉത്തര ധ്രുവം അല്ല ദക്ഷിണ ധ്രുവം. നമ്മളെ നമുക്ക് ഏത് വളയിലും അതിന്റെ ഉള്ളിൽ മാത്രം ഇട്ടാൽ മതി, എങ്ങോട്ട് പോയില്ല. അതന്നെ ഇവിടെ ഇഷ്ടിയൊക്കെ എവിടെ ചെറുചേട്ടൻ ഇത്ര അധികം? അത് നിങ്ങളുടെ അവിടെ ഇവിടെ അന്ന് അതൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വെച്ചിട്ടില്ല ചേട്ടാ, ഇതിന്റെ വെക്കുന്ന ഇഷ്ടിക അത് ഇപ്പൊ നടാൻ വെച്ചിട്ടുള്ള. പിന്നെ മണ്ണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കൂല്ലേ, റോട്ടീന്ന് മണ്ണ് വാരിയിട്ട് അത് അവിടെ നിന്ന് എടുക്കും. പിന്നെ ഇവിടെ ഇനി ചീഞ്ഞത് ഇതിന്റെ ഉള്ളിൽ നിറച്ച് ചവറ, ഒരു ഫുൾ ചവറ അതി കിടന്ന ചവറ്. മുകളില് മാത്രം മണ്ണ്, ഇത് മുകളിലല്ല. മിളകും പോയില്ലേ, നമ്മുടെ മിളകൊക്കെ ആകെ പോയി. എത്ര കൊല്ലായി? 2 വർഷമായി. 2 വർഷത്തെ മിളകാന്നത് കണ്ട. മിളകിന്റെ അടിയിലുണ്ട് കൂർക്ക. അടിയിൽ കൂർക്ക. അതിനെന്തെങ്കിലും വേറെ പേര് കൃഷി രീതി പറയാല്ലേ? അല്ല, കൂർക്കയ്ക്ക് വെയില് വേണ്ടേ? അപ്പൊ ഇതിന്റെ അടിയിൽ നട്ട് കഴിഞ്ഞാ അല്ല, കൂർക്കയ്ക്ക് അട്ടർ പാടില്ലല്ലോ. ഇതൊരു വെയിലല്ലോ, അല്ല തണലല്ലോ. അത് ശരിയാ, മുളകിന് ഇപ്പൊ പറയാൻ മാത്രം തണലില്ല. അടുത്തത് അവിടെ അപ്പുറത്തതേ കൈപ്പയ്ക്ക. അതൊക്കെ മുകളിലല്ലേ നിക്കണേ. എത്ര വെള്ളം വന്നാലും കുഴപ്പമില്ല. ഇത് ഈ മുളക് ഇത്രയും വെള്ളം വന്നല്ലേ ഇവിടെ എന്നിട്ട് വല്ല വെള്ളം കേറില്ല എന്തായാലും. ഞാനും പുല്ലും കാടൊന്നും വന്നില്ലല്ലോ. ചെറുട്ടൻ ചെത്തിയതാ. ഞാനെന്നും കാണുമ്പോ ഇത്തിരി ഒന്ന് പറയും ഒരു പുല്ല് നീ ഇവിടെ നോക്കി ഒരു സ്ഥലത്ത് പുല്ലില്ല. ഞാൻ അത്ഭുതപ്പെട്ടെ. പുല്ലിപ്പൊ നമുക്കൊരു ആകെ ഒരു 10 മിനിറ്റ് പോരാ. കുറേശ്ശെ സമയം ഒന്നും ചെയ്താ പോരല്ലേ? ഇത്രയും പുല്ല് നിറയും. അങ്ങോട്ട് നോക്കിയേ, പുല്ല് നിറഞ്ഞു. ഇത് നോക്കിയേ, 10 വർഷം മുമ്പ് വെച്ച ഒരു റോബസ്റ്റ് വാഴ എത്ര കൊല്ലം നിൽക്കണ്ട നോക്കി. ഇപ്പോഴും 4 കൊലയുണ്ടോ? 1 2 3 4. അതിന്റെ കന്നൊന്നും മാറ്റി കുടിച്ചിട്ട് ഒന്നും ചെയ്യില്ല. അവിടെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ? 1 2 3 4 എന്നും ഉണ്ടാവും. 4 കൊല അല്ലേ കൂട്ടാൻ വയ്ക്കും. ഇത് പോയിട്ട് ഇതൊക്കെ നല്ല താഴ്ചയിലാടുന്നുണ്ട്. പൊന്തി പൊന്തി വന്നു. പിന്നെ ഈ വാഴ ഒരിക്കലും വെള്ളം വന്ന് പോവില്ല. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ഇതൊന്നും കൂടി മുകളിലോ വാഴ കണ്ടാ. അതൊക്കെ മുകളിലാണ് എനിക്ക് അന്ന് പൊട്ടുള്ളോ. മഴ 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 പക്ഷെ ഉള്ളത് നാശാവാത്താണ്. അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഭയങ്കര രസാട്ടാ. അതായത് നമ്മള് മഴയത്ത് നടക്കുന്നു, പക്ഷെ കയ്യിലൊന്നുമില്ല, കൊടയൊന്നും ഇല്ല. ഇത് പാടില്ല. ഇങ്ങനെ കൈ കളിച്ചിട്ടാണോ? ചേട്ടൻ ഈ സാധനം വെച്ചാണാരുണ്ടേ, മഴയും കൊള്ളണില്ല, നമ്മളാണെ കൊട പിടിക്കുക ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യാം. നല്ല ഈ വാഴ ഉണ്ടാകുമ്പോ അതിന്റെ ഒപ്പം ഒരു 3 4 കന്ന് നിർത്തും. ആ വാഴ ഇപ്പൊ കഴിഞ്ഞ വെട്ടി. അപ്പൊ ഇതിന്റെ മുന്നോരെ നമുക്കൊരു 3 4 പടലുള്ള വാഴ കിട്ടും, കായ്ക്കൊല കിട്ടും. ഒരു കൂട്ടം മതി വെക്കുള്ളൂ. ഇതേ പണ്ട ഇത് വെച്ചു. ഇതിന്റെ ഈ 3 എണ്ണത്തിനെ നിർത്തിയിട്ട് കണ്ട, ഈ 3 വാഴ നിർത്തിയിട്ട് ഇതൊക്കെ നേന്ത്രൻ. ഇത് വെട്ടി കഴിയുമ്പോഴേക്കും ഈ 3 എണ്ണം നമുക്ക് 4 പടലേക്ക് ഉണ്ടാവുള്ളൂ. 5 പടല അത് മതി. ഇതിന്റെ ഈ 4 എണ്ണം ഇവനെ വെക്കും. പണ്ടായിരുന്നു അല്ലേ കന്നൊക്കെ ചവിട്ടിക്കളയിലും. നോക്കിയേ വല്ല പുല്ല് ഉണ്ട് അതിന്റെ ഉള്ളിൽ ആർക്കൊണ്ടും കിടന്ന് നടക്കാം. ഈ പൈനാപ്പിളിന്റെ ഉള്ളിൽ എത്ര വലുതായാലും ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടന്ന് നടക്കാറ്. ഇനി മഞ്ഞൾ, അവിടെ മഞ്ഞളുണ്ട്, മധുരക്കിഴങ്ങുണ്ട് കുറച്ച് കേട്ടാ. ഇത് ചേമ്പിന്റെ സ്ഥലം. ചേമ്പ് അതിന്റെ അപ്പുറത്ത് മഞ്ഞളാ. ചെറു ചേമ്പ്. ഇവിടെ വഴുതനങ്ങ. ഇത് കൊറേ കൊല്ലെത്തിയിട്ടുള്ള വഴുതനങ്ങ. ഒരു കൊല്ലായിട്ടുള്ള. ഒരു കൊല്ലം. അപ്പൊ കണ്ട ഈ ഇത്രക്ക് വലിയ വെള്ളം വന്നിട്ടും ഇത് പോയില്ല. വഴുതനങ്ങ നമ്മൾ ഇന്ന് പൊട്ടിച്ചതാ വഴുതനങ്ങകള്.
ഇതേ കണ്ട തമ്മിലുണ്ടാവും നമുക്കുള്ള ആവശ്യത്തിനുള്ള കിട്ടും. പിന്നെ അവിടെ അപ്പൊ ചെറുട്ടൻ പറഞ്ഞത് ശരി തന്നെയാ. തക്കാളി തക്കാളി ഉണ്ട്. ഇതിൽ എത്ര മധു വന്നാലായിരിക്കും നമുക്ക് അതിന്റെ വളമൊക്കെ അതിൽ വെച്ച് കൊടുത്താൽ മതി. ഒത്തിരിയും പോണില്ല, അതിൻ്റെ ഉള്ളിൽ നിൽക്കും. വേണ്ട എത്രയോ മഴ കൊണ്ടത് അല്ല ഈ മുഴുക്കം മഴ ഈ വർഷക്കാലത്തിനുള്ള മുഴുവൻ മഴ കൊള്ളുന്നുണ്ടല്ലോ. ഇത് നമ്മള് ആ പറമ്പിനെ താന്നിട്ടല്ലേ ഇത് എടുക്കണേ. അതെ, അവിടെയൊക്കെ എത്ര നമ്മള് പറമ്പിൽ ചീണില്ലേ സജീവന്റെ പറമ്പ്, അതിനേക്കാളും താന്നിട്ട് ഈ ഭൂമി എടുക്കണം. എന്നിട്ടും ഇവിടത്തെ ഇതൊന്നും പോയിട്ടില്ല. നമ്മുടെ വഴുതനങ്ങ പോയി, വഴുതനങ്ങ ഒക്കെ മഞ്ഞ. ഇതൊക്കെ മുന്നേ നട്ടിട്ടുള്ളതല്ലേ? ഇവിടെ എല്ലാ ഈ മഴക്കാലം 3 മാസം മഴ തന്നെയായിരുന്നു. നോക്കിയേ, അതിന് വല്ല കുഴപ്പമുണ്ട്. ഇതിന്റെ ഇടയില് കുക്കുമ്പറ അത് തന്നെ മുളച്ചതാ. ഈ നോക്കിയ മധുരക്കിഴങ്ങ് ഈ പെട്ടി പൊളിച്ചാൽ മതി. തായ്ലൻഡിലൊക്കെ ഇപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ള കേട്ടാ. നമ്മൾ ചാക്കിൽ നട്ട പോലെ ചെറിയേട്ടൻ നിറച്ച പുല്ല് അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് മണ്ണിട്ടിട്ട് അതിൽ നട്ടിട്ട് പെട്ടി പൊട്ടിക്കുമ്പോ വിളിച്ചോളോട്ടെ ഞങ്ങളെ. അതുണ്ടാവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കാണാലോ. മുകളില് മുന്തിരി, മുന്തിരി സൈഡില് ഡ്രാഗൺ ഫ്രൂട്ട്, സൈഡില് ചതുരപ്പയറുണ്ട്, ഇത് തൂവര. അല്ല ഇതും ഇവിടെ പഴയ സ്ഥലം. പുതിനയിലേക്ക് ആയിട്ട് ഇങ്ങനെ ചെറിയേട്ടന്റെ പണ്ടത്തെ ഡൈനിങ് ടേബിൾ ആണ് ആ മാർബിള്. അല്ല അതിപ്പോഴും വന്നിരിക്കാറുണ്ട്. കൊല്ലം മഴകാലം തീരെ വന്നിട്ടില്ല എന്ന് മാത്രം. മഴ മാറുമ്പോ വരാമല്ലോ. തായ്ലൻഡ് പേരക്കായത് ഇവിടെ നിൽക്കുന്നു കേട്ടോ. തായ്ലൻഡ് പേര എനിക്ക് ആ ഒരു ഇതുമ്മേ കൊറേ എത്ര ഉണ്ടായിന്ന് പറഞ്ഞേ 14 ഉണ്ടായിന്ന് പറയുന്നുണ്ട് ചേട്ടൻ. അപ്പുറത്തെ 3 വെച്ച കഴിഞ്ഞ കൊല്ലം വെച്ചത് കൊണ്ട് അതിൽ നിറച്ച് പേരക്കായില്ലേ, അതൊക്കെ പേരക്ക. ഇത് നോക്കിയേ, ചെസ്നട്ട് എന്ന് പറയണ ഒരു മരം, അതിന്റെ പൂവ് കൊഴിഞ്ഞെടുക്കണുണ്ട. വലിയ കായ എത്ര ഉണ്ടാവും? 16 കുരുണ്ടാവും. 16 കുരുണ്ടാവും തിന്നുന്നത്. പിസ്താര പോലെ. ഓ, പിസ്താര ടേസ്റ്റാ? ടേസ്റ്റ് കഷ്ണണ്ടിയൊക്കെ തിന്ന പോലെ ഇത്തിരി മാറ്റുന്നത് മാത്രം. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ അവിടെ നിന്ന് ചോദിച്ചത് എന്തുട്ട് ചെടിയാണ്. നിറച്ചുണ്ടാവട്ടത് വേനൽക്കാലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതാ വേണ്ട, അത് നമ്മുടെ ഇപ്പോഴത്തെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അത് ഉണ്ടാക്കി നോക്കണം. അപ്പുറത്തെ വേണ്ട, ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പുല്ല് ചുറ്റും കിടന്ന് നടക്കാം. സ്ഥലത്തിന്റെ ഒരു കൃഷി നട്ടുണ്ട്, ചുറ്റും കിടന്ന് നടക്കാൻ പിന്നെ പുല്ല് അപ്പുറത്തെ പറമ്പിലും ഇപ്പുറത്തെ പറമ്പിലും പുല്ലായി. ഇവിടെ നല്ല ക്ലീനല്ലേ? എവിടെയെങ്കിലും ഒരു പുല്ലുണ്ടോന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പോവും. ഇതിപ്പോ പണിയൊന്നുമില്ല. നമുക്ക് കുറച്ചു നേരം വന്നിട്ടൊന്ന് ഒന്ന് വരണ്ടേ വേണ്ടോ? അതായിട്ട് അടിയിൽ നിന്ന് മുറിച്ചാൽ മതി. അപ്പൊ ഉണ്ടാക്കിയിട്ട് നടാം. ഞങ്ങളങ്ങനെ നടാറ് കേട്ടോ. ചെറുതായിട്ട് വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാ കഴിഞ്ഞല്ലോ. നമുക്കതിൽ ഇതൊന്നും ബാക്കിയാ. ഞങ്ങള് അവിടെ ഒരു 21 കടയും കൂടി വെക്കാണ്ട് തടത്തില്. എണ്ണീട്ട് നടാ 21 കട 7 വരി അങ്ങനെ കട്ടയും നടുന്നില്ലേ. ഇതും ഇവിടെ ഞാവൽപ്പഴാട്ടാ. അത് വലുതായി കഴിഞ്ഞ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര തണലല്ലേ. ഇതല്ല ഇപ്പോഴത്തെ ഹൈബ്രിഡുകൾ ആ പേരൊക്കെ പോലെ അത് ഹൈറ്റ് പോകാണ്ട് നിന്ന് ഇങ്ങനെ ഉണ്ടായി കിട്ടും. അത് വെട്ടിക്കളയണമായി വിട്ട് ഹൈറ്റ് പോണ അനുസരിച്ച് വെട്ടി വെട്ടി നിർത്തണം. പേരൊക്കെ വെട്ടുന്നതാണ്. അതൊക്കെ 2 പ്രാവശ്യം വെട്ടിയതാ. ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വെട്ടിക്കളയും. അതല്ല അപ്പൊ അവിടെ നിന്ന് ആ 3 കമ്പ് 4 കമ്പൊക്കെ വന്ന് നോക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ചെറുട്ടൻ്റെ കൃഷിസ്ഥലം. ഞാനല്ലേ ചേട്ടൻ ഒരിറങ്ങലുണ്ട്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഒരു പ്രചോദനം കിട്ടി, വാശി കിട്ടിയിട്ട് വേണം തുടങ്ങാന്നാണ് അല്ല ചേട്ടൻ പറഞ്ഞേക്കണേ. പോരാട്ടം പലവിധം ചേരയാണ്. പിന്നെ പ്ലാവ് അത് ആകെ നമ്മളെ കണ്ടിട്ടോ. അതെ, ഈ പ്ലാവിലൊക്കെ ചക്കിൻ്റെ ഔട്ടാ.
ഇത് തമ്മിലൊക്കെ ഇതാണല്ലേ ഏട്ടൻ 2 പ്ലാവും തൈ വാങ്ങിച്ചിട്ടുള്ളത്. വലുതായി തുടങ്ങി. അടുത്തല്ലോട്ട് ചക്കിൻ്റെ അല്ല ചേട്ടൻ വന്നല്ലോ. ഒരനക്കം കേട്ടില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ കൂർക്കത്തല നുള്ളാൻ വന്നിട്ട് കുറച്ചു നേരം ഇപ്പൊ ഭയങ്കര മഴ പെയ്തു. അപ്പൊ അവിടെ ഇരുന്നു. ഇനി നാളെ നടാം. ഇന്ന് നടാൻ നേരല്ലേ. തടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ കൊണ്ടുവന്ന വേണ്ടോ? അല്ല ചേട്ടൻ എന്നിറങ്ങണേ. അപ്പൊ എന്തുടനെ അല്ല ചേട്ടൻ ഇങ്ങനെ എല്ലാത്തിനും പോണേ? അയ്യോ എന്ത് മനുഷ്യനത്. നമുക്ക് ഈ റിട്ടയർമെന്റ് പ്രായം വെച്ചിട്ടുള്ള എന്തിനാന്നറിയോ? അത് കഴിഞ്ഞാൽ നമ്മൾ അധികം പണിയെടുക്കരുത്. അതിന് വേണ്ടിട്ടാണ്. അപ്പൊ കുറയ്ക്കുക അല്ലേ. എല്ലാം തീരെ വെറുതെ ഇരിക്കണം എന്നല്ല പറയണേ. ഇങ്ങനെ കിടന്ന് അധ്വാനിക്കണം എന്തിനാന്നാണ് മനസ്സിലാവാത്തത്. വയ്യാണ്ടാവില്ലേ? ഇപ്പനാ വന്നിട്ട് കേറിയില്ല അല്ലേ? അയ്യോ പാവം. അപ്പൊ അല്ലേ ചേട്ടൻ പോയി ഭക്ഷണം അതന്നെ എന്തേലും ഭക്ഷണമൊക്കെ കഴിക്കി. ഞങ്ങൾ പോട്ടെ. അപ്പൊ നമുക്ക് കൂർക്ക നടില്ല നടാം. നമ്മുടെ ഈ മതില് കണ്ട നല്ല രസല്ലേ കാണാൻ? പ്രത്യേക ഭംഗിയില്ലേ? ഒരു തരം പായല് ഇത് മറ്റേ ഇത് വന്നിട്ട് അയ്യോ പാമ്പുണ്ടാവും. എനിക്ക് ഭയങ്കര പേടിയാ പാമ്പിനെ. അല്ല പാമ്പിനെ. പക്ഷെ ഞാൻ ഓളിട്ടിട്ട് അന്ന് നമ്മള് ഫ്രം ഷോ കാണാനായിട്ട് ഞങ്ങള് പോവാട്ടാ സ്കൂട്ടറുമേ. അപ്പൊ നമ്മുടെ പാലത്തിന്റെ അവിടെ എത്തിയപ്പോ ഒരു പാമ്പ് റോട്ടില്. ചേട്ടന്റെ വണ്ടി എന്റെ ഓളിയിരുന്നോണ്ടേ ചേട്ടന്റെ വണ്ടിയൊക്കെ പോയി പാളി പോയി. ഇവിടെ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കണില്ല. ഞാൻ നേരില്ല നോക്കണത്. പാമ്പ് ഇതിലെ നീർക്കോലിയാണ്. പക്ഷെ ആ പാമ്പിന്റെ പോക്ക് കാണണം എന്റെ ഓളി കേട്ടിട്ട്. നമ്മൾ മിനിഞ്ഞാന്ന് കൂർക്കത്തല കൊണ്ടുവന്നിട്ട് ഇന്നലെ കാലത്ത് നടാന്ന് വിചാരിച്ചായിരുന്നു. ഇന്നലെ കാലത്തോട്ട് പിടിച്ച മഴയാ. ഇതുവരെയായിട്ട് തോർന്നിട്ടില്ല. ഫുള്ള് മഴ. നമുക്ക് നടാനേ പറ്റില്ല. ആകെ വെള്ളം മഴ. ഇപ്പം ഞാൻ അവിടേക്ക് പോവാട്ടാ. ഇന്നലെ തൊട്ട് പിടിച്ച മഴ ഒക്കെ മുങ്ങി. ജില്ലാ കളക്ടർ ഇന്നലെ അവധി പ്രഖ്യാപിച്ചിട്ടും മഴ നിന്നില്ല. സാധാരണ ജില്ലാ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ സ്വിച്ചിട്ട പോലെ നിൽക്കും. പണം നിന്നില്ല. ഇന്നാള് വെള്ളം കയറിയതിൻ്റെ അത്രയ്ക്ക് തന്നെ ആയിട്ടുണ്ട് ഏകദേശം. ഈ സൈഡൊക്കെ ഫുള്ള് വെള്ളമായി. നമ്മുടെ കയ്പകായന് ഈ കാണുന്നത്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ കൂമ്പാരം കൂട്ടി അതിൽ വെച്ച കാരണം ഒന്നും പോയില്ല. പീച്ചിങ്ങ കണ്ടില്ലേ? പന്തൻ്റെ മുകളിലേക്ക് എത്തി. ഇത് നമ്മുടെ ചരക്ക. ഇത് നമ്മുടെ കോവയ്ക്ക് എത്ര വെള്ളം വന്നാലും ഒരു പ്രശ്നമില്ല. എന്ത് കാലാവസ്ഥയും അതിജീവിക്കും. നമ്മുടെ ചുണ്ടങ്ങാര പോലെ. ഇത് നമ്മുടെ ചെണ്ടുമല്ലി കൃഷി. നാളെ ചാണം വെച്ച് മണ്ണിട്ടുള്ള സാധനമാണ്. ആകെ വെള്ളത്തിൽ ഒന്നും പോയിട്ടില്ല. ഇത് വേണ്ട. ഒറ്റ തൈ പോലും പോയിട്ടില്ല. മത്തൻ്റെ തലയൊക്കെ വെള്ളത്തിലായി. ഇത് വെണ്ട കഴിഞ്ഞ വെണ്ടര തലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട്
അതുമെന്ന് പൂമ്പെടുത്താണ് കേട്ടത്. അതുമ്മൽ വെണ്ട കൈ ഉണ്ടായി തുടങ്ങിയണ്ട. ചാണം പിന്നെ ആട്ടും കാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ അതുമ്മൽ വെണ്ട കൈ ഉണ്ടായി തുടങ്ങി. ഈ വഴിയോടെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം. ഇത് പുതിനേരെ അവിടെ പുല്ലൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. എല്ലാ പുല്ലും ഞാൻ വലിച്ചു കളയാറുണ്ട്. ഉണ്ടാ ഇഷ്ടം പോലെ പുതിന ഉണ്ടായി കൊടുത്ത്. പെരുന്നാളാട്ട കൈതച്ചക്കയും പിന്നെ കറ്റാർവാഴ അതൊക്കെയാണ്. ഇത് നമ്മുടെ ഓണത്തിന് പയർ കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് ചെയ്ത പയർ. നല്ല വളർച്ചയുണ്ട്. ഇത് നാളെ മണ്ണിട്ട് കൊടുത്ത കൂർക്ക. ഈ വെള്ളം ഇങ്ങനെ കൂർക്കയ്ക്ക് പ്രശ്നമില്ല കേട്ടോ. വെള്ളം ഇങ്ങനെ ചുറ്റും കെട്ടി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇത് കൊത്തമരയും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കണു. ഈ തക്കാളിക്ക് പിന്നെ മഴ അത്ര നല്ലതല്ല. തക്കാളി അതിജീവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. മഴ വീണ്ടും തുള്ളി തുടങ്ങിയിട്ടാ. ഈ വഴിയോടെയാണ് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു മിടുക്കുണ്ട്, അസോള. എന്നെ ഒന്നും ബാധിക്കില്ല എന്നുള്ള ലെവലിൽ. ഈ അസോള ടാങ്കിൽ വെള്ളം, മഴ പെയ്തിട്ടുള്ള വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഇതിപ്പോൾ ആ ടാങ്കിൻ്റെ ലെവലിന് വരയിട്ട ലെവലിൻ്റെ ഒപ്പം. ഇത് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ കൊള്ളിയിൽ അവിടെ ഒരു കുമ്പളങ്ങേരെ തൈ തന്നെ ഉണ്ടായതിന് കണ്ട. അത് നമ്മൾ പ്ലാവ് പടർത്തി അത് നല്ല വളർച്ച തുടങ്ങിയണ്ട. ഇങ്ങനെ ഉണ്ടാവുന്ന കുമ്പളങ്ങമേ ഇഷ്ടംപോലെ കുമ്പളങ്ങ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നും ബാധിക്കാത്ത ചുണ്ടങ്ങ. മഴയാ വെയിലാ മഞ്ഞ എന്തുട്ടായാലും ആള് ഓടും. ഇഞ്ചി പിന്നെ ഗ്രോ ബാഗിൽ വെച്ച കാരണം ഒന്നും കുഴപ്പമില്ല. ഇഞ്ചിക്ക് പെട്ടെന്ന് വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യും. ഇതിവിടെ മധുരക്കിഴങ്ങ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ ചാലുകളിൽ ഇങ്ങനെ വെള്ളമാണ് അപ്പടി. ഇനി വെള്ളം ഇറങ്ങിയിട്ട് ബാക്കിലാണ്ട് ചെയ്യാം. ഇനിയിപ്പോൾ എത്ര ദിവസം മഴ ഉണ്ടാവും? ഇങ്ങനെ ജാതി അലക്കായി.